നമസ്കാരം. വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ. പരാതിക്കാരിയെ അപമാനിക്കാൻ അനുവദിക്കില്ലെന്ന് കോടതി. പെൻഷൻ എപ്പോൾ നൽകാനാകുമെന്ന് പറയാനാകില്ലെന്ന് സർക്കാർ. പോരാട്ടം തുടരുമെന്ന് മറിയക്കുട്ടി. കേരളത്തിന് 1400 കോടി രൂപ അനുവദിച്ച് കേന്ദ്രം. നൽകിയത് ഉത്സവകാല അധിക നികുതി. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചു. സിലിണ്ടറിന് 39.5 രൂപ കുറയും. തൃശൂരിൽ സപ്ലൈകോ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങി. യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷം തുടരുന്നു. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി. യൂത്ത് കോൺഗ്രസുകാർക്ക് ഡിവൈഎഫ്ഐ മർദ്ദനം. ആറ്റിങ്ങലിൽ വീടുകൾക്ക് നേരെ ആക്രമണം. കാഴ്ചക്കാരായി പോലീസ്. പ്രതിഷേധിക്കാൻ പാടില്ലെന്ന തിട്ടൂരം പിണറായി വീട്ടിൽ വെച്ചാൽ മതിയെന്ന് സുധാകരൻ. കലാപശ്രമമെന്ന് എം.വി. ഗോവിന്ദൻ. നവകേരള സദസ്സ് നാളെ അവസാനിക്കാനിരിക്കെ പോരുമുറുക്കി ഭരണ പ്രതിപക്ഷം. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് പകയെന്ന് മുഖ്യമന്ത്രി. ജനങ്ങൾക്കാണ് അലർജിയെന്ന് വി.ഡി. സതീശൻ. റിയാസ് മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആളെന്ന് പ്രതിപക്ഷ നേതാവ്. മാസപ്പടി വിവാദം വന്നപ്പോ നാവ് ഉപ്പിലിട്ട് വെച്ചിരുന്ന ആളാണ് പൊതുമരാമത്ത് മന്ത്രി. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ട് വാ തുറന്നു ആ സമയത്ത്? അയാൾ കേടായി കിടക്കുന്ന റോഡിലെ കുഴി എത്രയുണ്ടെന്ന് എണ്ണിയാൽ മതി. താൻ പ്രമാണിത്ത മനോഭാവമെന്ന് റിയാസ്. ഒരാളുടെ പെട്ടിയും പിടിച്ച് കുറെ കാലം നടന്ന അവസാനം അയാളെ പാലം വലിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അഭിപ്രായമില്ലേ? പത്മശ്രീ തിരിച്ചു നൽകി ബജ്രംഗ് പൂനിയ. പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പ്രഖ്യാപനം ട്വിറ്ററിലൂടെ. നടപടി സഞ്ജയ് സിംഗിന്റെ നിയമനത്തിൽ പ്രതിഷേധിച്ചു. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ അപ്പീലിന് പോകാൻ സർക്കാർ. ഡോക്ടർ ഷഹ്ന ആത്മഹത്യ ചെയ്ത കേസിൽ ഡോക്ടർ ഉവൈസിന് ഉപാധികളോടെ ജാമ്യം. ബലാത്സംഗ കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ മനുവിന് മുൻകൂർ ജാമ്യമില്ല. വാർത്തയിലേക്ക് വിശദമായി. വിധവ പെൻഷൻ മുടങ്ങിയെന്ന മറിയക്കുട്ടിയുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചും കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയും ഹൈക്കോടതി. ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ ആവർത്തിച്ചതോടെ നിലപാട് ഞെട്ടിപ്പിക്കുന്നതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരാമർശിച്ചു. ഇതോടെ രാഷ്ട്രീയ പ്രേരിതമെന്ന പ്രയോഗം പിൻവലിച്ച് ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് തിരുത്തി. നിലവിൽ പെൻഷനും കുടിശ്ശികയും നൽകാൻ പരിമിതിയുണ്ടെന്നും ഇത് എപ്പോൾ നൽകാനാകുമെന്ന് പറയാനാകില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. മറിയക്കുട്ടിക്ക് ആവശ്യമായ സഹായം നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാരും കോടതിയെ അറിയിച്ചു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ അഭിഭാഷകന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ഹർജിക്കാരിയെ അപഹസിച്ച സർക്കാർ നിലപാട് ഞെട്ടിച്ചെന്നും കോടതി പറഞ്ഞു. മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ പരാമർശം. ക്രിസ്മസ് കാലത്തെ ആളുകളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തരുത്. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാർ നിലപാട് ഹൃദയഭേദകമെന്നും കോടതി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഉത്തരവാദിത്തം തള്ളിക്കളയരുത്. കേന്ദ്രവും സർക്കാരും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയാൽ ഇവിടെ ആളുകൾക്ക് ജീവിക്കണ്ടേ എന്നും കോടതി ചോദിച്ചു. ആളുകളുടെ ഡിഗ്നിറ്റിയെ പറ്റി സർക്കാർ ഓർക്കണം. ഹർജിക്കാരിക്ക് കിട്ടാനുള്ള 4500 രൂപ കൊടുക്കാൻ പലരും തയ്യാറായേക്കും. എന്നാൽ വ്യക്തി എന്ന നിലയിൽ സമൂഹത്തിലെ അവരുടെ മാന്യതയും ഡിഗ്നിറ്റിയും കൂടി കോടതിക്ക് ഓർക്കേണ്ടതുണ്ടെന്നും കോടതി പറയുകയും ചെയ്തു. ആവശ്യമെങ്കിൽ അമിക്കസ് ക്യൂറിയെ വയ്ക്കും. സീനിയർ അഭിഭാഷകരെ അടക്കം ഉൾപ്പെടുത്തി ആവശ്യമെങ്കിൽ സാഹചര്യം പരിശോധിക്കും. ഇതുവഴി സർക്കാർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഹർജി ജനുവരി 4-ന് വീണ്ടും പരിഗണിക്കും. തീരുമാനം എന്ത് തന്നെയായാലും നിയമപരമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് മറിയക്കുട്ടി. എല്ലാവർക്കും വീട്ടിൽ കൊണ്ട് തരാമെന്നാ പറഞ്ഞ. അപ്പം 5-ാം മാസമായത് രാഷ്ട്രീയം അല്ലാതെ മുന്നോട്ട് തന്നെ പോകും. നിയമപരമായിട്ട് പോകും. അവൻ ഇറങ്ങി പോണം. അല്ലെ ഞങ്ങൾക്ക് തരണം. അല്ല അയാൾ ഇറങ്ങി പോണം. അതാണ് ഞങ്ങളെ മുഖ്യമായ കാര്യം. അയാൾ എന്തിനിരിക്കണമെന്നാ ചോദിക്കണം. ഈ കൊല്ലും കൊലയും നടത്താതെ ഇയാൾക്കൊരു മര്യാദയുടെ ഭരിക്കാൻ പാടില്ല. ഇതുപോലെ വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രിനെ ഞാൻ ഇത്രയും പ്രായത്തിനിടയ്ക്ക് കണ്ടിട്ടില്ല. ഇത്ര ഒരു രാഷ്ട്രീയം. ഇത് രാഷ്ട്രീയം
ഇയാളിങ്ങനെ സൂയിക്കാനും വിമാനത്തെ കയറി ഡാൻസ് കളിക്കാനാണോ കയറിയേക്കണേ? കേരളത്തിന് 1404.50 കോടി രൂപ അനുവദിച്ച കേന്ദ്ര സർക്കാർ ഉത്സവകാല അധിക നികുതി വിഹിതമായാണ് പണം നൽകിയത്. അടിസ്ഥാന വികസനത്തിനും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കുമായാണ് തുക അനുവദിച്ചത്. 28 സംസ്ഥാനങ്ങൾക്കായി 72,961.21 കോടിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ഉത്തർപ്രദേശിനാണ്, 13,088.51 കോടി. ബീഹാറിന് 7,338.44 കോടിയും മഹാരാഷ്ട്രയ്ക്ക് 4,608.96 കോടിയും നൽകിയിട്ടുണ്ട്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ച് സർക്കാർ. സിലിണ്ടറിന് 39.5 രൂപയാണ് കുറച്ചത്. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറുകൾക്കാണ് വില കുറച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതാണ് വില കുറയ്ക്കാൻ കാരണം. അതേസമയം വീട്ടാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വിലയിൽ മാറ്റമില്ല. തൃശൂരിൽ സപ്ലൈകോ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങി. സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചതിനാലാണ് ഉദ്ഘാടനം മുടങ്ങിയത്. ചന്ത ഉദ്ഘാടനം ചെയ്യാനെത്തിയ മേയറും MLAയും ചടങ്ങ് നിർവഹിക്കാതെ മടങ്ങിപ്പോയി. ക്രിസ്മസ് അടുത്തിരിക്കെ ആവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിരവധി പേരാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തയിലേക്ക് എത്തിയത്. എന്നാൽ ആവശ്യ സാധനങ്ങളൊന്നും ചന്തയിലില്ലെന്നറിഞ്ഞതോടെ ജനങ്ങൾ തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിച്ചു. ജോലിസ്ഥലത്തു നിന്നും ലീവ് എടുത്തുവരെ സാധനങ്ങൾ വാങ്ങാൻ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയവർ നിരാശ മറച്ചുവെച്ചില്ല. ഇന്നലെ ഓഫീസിൽ വന്നപ്പോൾ ഇവരുടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ അരി മാത്രം കിട്ടിയിട്ടുള്ളൂ, പിന്നെ മല്ലി മാത്രം സബ്സിഡി ഇതല്ലാതെ വേറൊരു സാധനം ഇതിൻ്റെ ഉള്ളിലില്ല. സാധനങ്ങൾക്കായി പർച്ചേസ് ഓർഡർ നൽകിയിരുന്നുവെന്നും ഉദ്ഘാടനത്തിന് മുമ്പ് സാധനങ്ങൾ എത്തുമെന്നാണ് കരുതിയിരുന്നത് എന്നാണ് സപ്ലൈകോ അധികൃതരുടെ വിശദീകരണം. എല്ലാ സാധനത്തിനും പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് വിവരം കിട്ടിയത്. അതെല്ലാം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എത്തും എന്നാണ് ഹെഡ് ഓഫീസ് ഞങ്ങൾ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്മസ് ഫെയർ ആരംഭിക്കാനാണ് നിർദ്ദേശം തന്നത്. അതിനുള്ള ഉദ്ഘാടന പരിപാടികൾ തയ്യാറാക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ 4 ഐറ്റങ്ങൾ. 4 ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വന്ന ഐറ്റമല്ല. ഈ 4 ഐറ്റം നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഐറ്റമാണ്. അത് മുഴുവൻ ഇങ്ങോട്ടെടുത്തു. സാമ്പത്തിക ഞെരുക്കമാണ് സപ്ലൈകോയുടെ ഈ സ്ഥിതിക്ക് കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ന്യൂസ് 18 തൃശൂർ. നവകേരള സദസ്സ് നാളെ സമാപിക്കാനിരിക്കെ സർക്കാർ പ്രതിപക്ഷ പോര് മുറുകി. നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് പകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. മുളകുപൊടിയും ഗോലിയും പോലീസിന് നേരെ ഉപയോഗിക്കാൻ അണികളെ പ്രേരിപ്പിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണെന്നും തിരുത്താൻ പറ്റുമെങ്കിൽ ഇനിയെങ്കിലും തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. എന്നാൽ നവകേരള സദസ്സിനോട് ജനങ്ങൾക്കാണ് അലർജിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. നാളെ വട്ടിയൂർക്കാവിലാണ് നവകേരള സദസ്സിന്റെ സമാപനം. നവകേരള സദസ്സ് സമാപനത്തിലെടുക്കുമ്പോഴും സർക്കാർ പ്രതിപക്ഷ വാക്പോര് തുടരുകയാണ്. വാക്പോരിനപ്പുറത്തേക്ക് തെരുവിൽ ഇരു പാർട്ടികളുടെയും ഇരു മുന്നണികളുടെയും പ്രവർത്തകർ ഏറ്റുമുട്ടുന്നുമുണ്ട്. ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനുമെതിരെ ഉന്നയിച്ചത്. വല്ലാത്ത പകയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പ്രവർത്തകരും നവകേരള സദസ്സിനെ നോക്കിക്കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ സംഘടനയുടെ സമരത്തിനിടെ നശിപ്പിക്കപ്പെട്ട നവകേരള സദസ്സിന്റെ പ്രചരണ സാമഗ്രികൾ. എന്തിനാണ് ഇങ്ങനെ പകയോടുകൂടി കാണുന്നത്? ഇനിയെങ്കിലും തിരുത്താൻ പ്രതിപക്ഷം തയ്യാറാകണം. ഈ വൈകിയ വേളയിലെങ്കിലും തിരുത്താൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷവും അവരുടെ യുവജന സംഘടനകളും തുടങ്ങിയ അക്രമ മനോഭാവം അതിന്റെ പ്രതിഫലനമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. നവകേരള സദസ്സിനോട് എന്തോ വല്ലാത്തൊരു അലർജിയുടെ രീതിയാണ്. നവകേരള സദസ്സിന് പകരം പ്രതിപക്ഷം പ്രഖ്യാപിച്ച കുറ്റവിചാരണ സദസ്സുകളെ മുഖ്യമന്ത്രി പരിഹസിച്ചു. നവകേരള സദസ്സിലേക്ക് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ടെന്ന് കണ്ടപ്പോൾ ഇത് ആൾക്കൂട്ടത്തിന്റെ കാലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു ആഹ്വാനം നടത്താമെന്ന് പറഞ്ഞവർ ആഹ്വാനം നടത്തി. പക്ഷേ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലെയായിപ്പോയി ആ ആഹ്വാനം. മാത്രവുമല്ല UDFകാർ പോലും ആ കുറ്റവിചാരണ സദസ്സിനെ ബഹിഷ്കരിച്ചുവെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. രൂക്ഷ വിമർശനവും മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. ജനങ്ങൾ അലർജിയോടെയാണ് നവകേരള സദസ്സിനെ കാണുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ്. അത് ശരിയാണ്. പ്രതിപക്ഷത്തിനല്ല, കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത്. നവകേരള സദസ്സിൽ 5 സ്റ്റാർ ഭക്ഷണമാണ് കൊടുത്തത്. പാവങ്ങൾക്ക് സബ്സിഡി സാധനം പോലും ഈ ക്രിസ്മസ് കാലത്ത് ഈ ഫെസ്റ്റിവൽ സീസണിൽ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റാണ് ഈ ആർഭാട സദസ്സ് നടത്തുന്നത്.
കഴിഞ്ഞ 17-ന് മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൈവെളികയിൽ നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. നാളെ വട്ടിയൂർക്കാവിലെ പൊതുയോഗത്തോടുകൂടി വട്ടിയൂർക്കാവ് തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സംയുക്ത പൊതുയോഗമാകും വൈകിട്ട് നടക്കും. അതോടുകൂടി നവകേരള സദസ്സ് അവസാനിക്കുകയാണ്. രാഷ്ട്രീയമായി വലിയ മെച്ചം ഇത് ഇടതുമുന്നണിക്ക് സംഘടനാ സംവിധാനത്തെ ഉണർത്താനും മറ്റും ഉപയോഗമായി എന്നത് വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് എത്രത്തോളം പരാതികൾ പരിഹരിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഇനിയും കൃത്യമായ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. അതുതന്നെയാകും ഈ നവകേരള സദസ്സിന്റെ പരാതികൾക്ക് പരിഹാരം കാണാനായെങ്കിൽ അതുതന്നെയാകും നവകേരള സദസ്സിന്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക. നെയ്യാറ്റിൻകരയിൽ നവകേരള സദസ്സിന് മുന്നോടിയായി കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ. നഗരസഭാ കൌൺസിലർ ഗ്രാമം പ്രവീൺ അടക്കം നിരവധി പേരെ ബലം പ്രയോഗിച്ച് കരുതൽ തടങ്കലിലാക്കി. കാട്ടാക്കടയിൽ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു. നവകേരള ബസ് കടന്നുപോയതിന് പിന്നാലെയാണ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. കാട്ടാക്കടയിൽ 2 കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കൊടി കാണിക്കാൻ നിന്നു എന്നാരോപിച്ചാണ് 2 പേരെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് കോൺഗ്രസ് CPM പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണം. യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹായിലിന്റെയും CPM ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിലർ നജാമിന്റെയും വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അനസിനെ കസ്റ്റഡിയിലെടുത്തു. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിൽ മേഖലയിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച സുഹായിലിന്റെ വീടിന് നേരെ ഇന്നലെ രാത്രി 9 മണിയോടെ ആയിരുന്നു ആക്രമണം. പോലീസ് നോക്കി നിൽക്കെ 100ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സുഹായിലിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയത്. തുടർന്ന് പ്രദേശത്ത് സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലങ്കോട് ടൗണിൽ പ്രകടനം നടത്തി. ടൗണിൽ പലയിടത്തായി സ്ഥാപിച്ചിരുന്ന CPMന്റെയും ഡിവൈഎഫ്ഐയുടെയും ബോർഡുകൾ നശിപ്പിച്ച ശേഷമായിരുന്നു വാർഡ് കൗൺസിലർ കൂടിയായ നജാമിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. രാത്രി ഏറെ വൈകിയാണ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിന് സാധിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈലിന്റെ വീട് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കരവാടം ആലങ്കോട് മേഖലയിൽ ഹർത്താൽ ആചരിക്കുകയാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ആറ്റിങ്ങലിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതിനെ അപലപിച്ച് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് മുഖ്യമന്ത്രിയോട് സമാധാനപരമായി പ്രതിഷേധിക്കാൻ പാടില്ലെന്ന തിട്ടൂരം പിണറായി വിജയൻ വീട്ടിൽ വെച്ചാൽ മതി. പിണറായി വിജയന്റെ ആഹ്വാനപ്രകാരമാണ് കേരളത്തിലുടനീളം CPM ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത്. ഇതിവിടെ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതം ഇതിലും രൂക്ഷമായിരിക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ K. സുധാകരൻ കുറിച്ചു. കലാപത്തിനുള്ള ആഹ്വാനം പിൻവലിച്ച് പാർട്ടി ഗുണ്ടകളെ നിലയ്ക്ക് നിർത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കടമ നിർവഹിക്കണമെന്നും K. സുധാകരൻ ആവശ്യപ്പെട്ടു. LDF സർക്കാരിനെതിരെ UDFനും BJPക്കും വിരളി പിടിച്ചിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണ സംവിധാനത്തെ കടന്നാക്രമിക്കുന്നത് ജനാധിപത്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. കസ്റ്റഡിയിലുള്ളവരെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് രക്ഷപ്പെടുത്തിയത്. കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. പോലീസിനെ ആക്രമിച്ചാലൊന്നും നവകേരള സദസ്സിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്കിനെ സ്വാധീനിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.
വാക്കുകൾ കൊണ്ട് കൊമ്പ് കോർത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രി പി എ മുഹമ്മദ് റിയാസും. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ആളാണ് മുഹമ്മദ് റിയാസ് എന്ന് വി ഡി സതീശൻ വിമർശിച്ചു. മാസപ്പടി വിവാദം വന്നപ്പോൾ റിയാസിന്റെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നുവെന്നും സതീശൻ പരിഹസിച്ചു. സതീശന്റെ പരാമർശത്തിന് തൊട്ടു പിന്നാലെ മറുപടിയുമായി റിയാസും രംഗത്തു വന്നു. അടുത്ത പ്രതിപക്ഷ നേതാവിന്റെ സീറ്റിലേക്കുള്ള ബുക്കിംഗ് ടവലാണ് വി ഡി സതീശനെന്നായിരുന്നു റിയാസിന്റെ മറുപടി. ഒരാളുടെ പെട്ടി പിടിച്ച് അയാളെ പാലം വലിച്ചാണ് സതീശൻ പ്രതിപക്ഷ നേതാവായത്. താൻ പ്രാമാണിത്യ മനോഭാവമാണ് സതീശനെന്നും മുഹമ്മദ് റിയാസ് വിമർശിച്ചു. ഗവർണർക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർവകലാശാലകളിൽ VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ നീക്കം ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാനുള്ള ശ്രമമാണ്. ബില്ല് പ്രസിഡന്റിന്റെ മുന്നിലേക്ക് അയച്ച ശേഷമാണ് ഗവർണറുടെ നീക്കം. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്. 26 CPM രാജ്ഭവൻ മാർച്ച് നടത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അംഗങ്ങളെ തടഞ്ഞതിൽ ഗവർണർക്ക് പരാതി. യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അംഗങ്ങളാണ് ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി നൽകിയത്. സെനറ്റ് യോഗം തടസ്സപ്പെടുമെന്ന് നേരത്തെ വിവരം ലഭിച്ചിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നുവെന്നും സെനറ്റ് അംഗം AK അനുരാജ് പറഞ്ഞു. പോലീസ് സമരം തടയാതെ പ്രതിഷേധക്കാരുമായി ഒത്തുകളിച്ചെന്നാണ് സെനറ്റ് അംഗങ്ങളുടെ ആക്ഷേപം. കാലിക്കറ്റ് VCയുടെ വസതിക്ക് മുന്നിൽ ABVP നടത്തിയ മാർച്ചിൽ സംഘർഷം. ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ SFI പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു ABVP മാർച്ച് നടത്തിയത്. VCയുടെ വസതിയുടെ ഗേറ്റ് ഏതാനും പ്രവർത്തകർ ചാടിക്കടന്നു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്ത നടപടിയിൽ ഗവർണർക്ക് വീണ്ടും ഹൈക്കോടതിയിൽ തിരിച്ചടി. നിയമനത്തിനുള്ള സ്റ്റേ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. സെനറ്റിലേക്ക് ആരെ നാമനിർദ്ദേശം ചെയ്യണമെന്നത് തന്റെ വിവേചനാധികാരമാണെന്ന് ചാൻസലർ കോടതിയിൽ പറഞ്ഞു. ഇതോടെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്ത് അധിക യോഗ്യതയാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് TR രവി വാക്കാൽ പരാമർശിച്ചു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ കേസിൽ സർക്കാർ അപ്പീൽ നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വിചാരണ കോടതി തെളിവുകളെ അതിന്റെ സമഗ്രതയിൽ പരിഗണിച്ചില്ല എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിരീക്ഷണം. അന്വേഷണ സംഘം ശരിയായ തെളിവുകൾ ഹാജരാക്കിയെന്നും അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ വീഴ്ച പറ്റിയിട്ടില്ലെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറയുന്നു. ബലാത്സംഗ കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി 10 ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പീഡനക്കേസിൽ ഇരയായ പെൺകുട്ടിയെ നിയമസഹായം വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്തു എന്നതാണ് കേസ്. കോവിഡ് കുറയാതെ കേരളം. സംസ്ഥാനത്ത് ഇന്നലെ 541 പേർക്ക് കോവിഡും 1 മരണവും സ്ഥിരീകരിച്ചു. 2606 പേർ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. മെയ് മാസത്തിന് ശേഷം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംവിധായകൻ രഞ്ജിത്തിനെ ന്യായീകരിച്ച് വൈസ് ചെയർമാൻ പ്രേംകുമാർ. രഞ്ജിത്ത് മാടമ്പി സ്വഭാവമുള്ളയാളല്ല. നാടകകാലം മുതലേ തനിക്ക് പരിചയമുള്ള രഞ്ജിത്ത് ആദിവാസി ഊരുകളിൽ വരെ നാടകങ്ങളിലൂടെ ബോധവൽക്കരണവുമായി മുന്നിട്ടിറങ്ങിയ ആളാണ്. തുറന്നടിച്ചുള്ള പ്രതികരണങ്ങളിലൂടെ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടതാകാമെന്ന് പ്രേംകുമാർ പറയുന്നു. ന്യൂസ് 18 Q18-ലായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം. IFFയുടെ ചെയർമാൻ മാടമ്പിയാണോ? എനിക്കങ്ങനെ അഭിപ്രായമില്ല. അദ്ദേഹം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിൽ എൻ്റെ അല്പം സീനിയറായിട്ട് അദ്ദേഹം പഠിച്ചിരുന്ന ആളാണ്. അന്ന് മുതലേ ഞങ്ങൾ ഒന്നിച്ച് നാടകങ്ങൾ ചെയ്യുകയും നമ്മൾ വയനാട് അട്ടപ്പാടിയൊക്കെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആദിവാസി മേഖലകളിൽ പോയിട്ട് ഞങ്ങൾ ബോധവൽക്കരണം നടത്തുന്ന നാടകങ്ങളൊക്കെ അന്ന് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാനുമായിട്ട്. അപ്പോൾ അത്രയും അന്നേ ഉള്ളൊരു നാടകത്തിലൂടെയുള്ളൊരു വലിയ ആത്മസൗഹൃദം അതിന്നും അതേപോലെ തന്നെ ഞങ്ങൾ തുടരുന്നു. അല്ല, ഞങ്ങൾ 2 സിനിമാക്കാരായിട്ടല്ല. അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു പരിധി വരെ ഉണ്ട്. അദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ആ രീതിയിൽ ആ അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ ചില വിഷയങ്ങൾ എനിക്കും തോന്നിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. പ്രശ്നങ്ങളുമായി എത്തുന്നവർ
വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരത്ത് ഡോക്ടർ ഷഹ്ന ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ ഡോക്ടർ റുവൈസിന് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ഇനിയും കസ്റ്റഡിയിൽ വയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് ജാമ്യം. ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 1-ാം പ്രതിയാണ് റുവൈസ്. സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് ചുമത്തിയ കുറ്റം നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു റുവൈസിന്റെ വാദം. കുറ്റകൃത്യത്തിൽ പങ്കില്ല, സർക്കാരിന് പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് തന്നെ പ്രതിയാക്കിയതെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. എംപിമാരുടെ സസ്പെൻഷനെതിരെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, NCP അധ്യക്ഷൻ ശരത് പവാർ തുടങ്ങി വിവിധ കക്ഷി നേതാക്കളാണ് ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ത് വിലയും നൽകാൻ തയ്യാറാണെന്ന് ശരത് പവാർ പറഞ്ഞു. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലും പ്രതിഷേധം നടന്നു. പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച 146 പ്രതിപക്ഷ എംപിമാരെയാണ് ശൈത്യകാല സമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്തത്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 5ആയി. പരിക്കേറ്റ 2 സൈനികർ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ടാണ് സൂരൻകോട്ടിലെ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ പ്രദേശത്തെത്തി ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. വൈറ്റ് നൈറ്റ് കോർ ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ പൂഞ്ചിലേക്ക് തിരിച്ചു. 1 മാസത്തിനിടെ പൂഞ്ച് രജൌരി മേഖലയിൽ നടക്കുന്ന 2ാമത്തെ ആക്രമണമാണിത്. രജൌരിയിൽ കഴിഞ്ഞ മാസമുണ്ടായ ആക്രമണത്തിൽ 5 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. പത്മശ്രീ തിരിച്ചു നൽകി പ്രതിഷേധിച്ച് ഗുസ്തി താരം ബജ്രംഗ് പൂനിയ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ അനുയായിയായ സഞ്ജയ് സിംഗിനെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലവനായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചാണ് നടപടി. പുരസ്കാരം തിരിച്ചു നൽകുന്നതായി കാണിച്ച് പൂനിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഗുസ്തി താരം സാക്ഷി മാലിക് ബൂട്ടഴിച്ചതിന് പിന്നാലെയാണ് പുനിയയുടെ പ്രതിഷേധം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് അയ്യപ്പന്മാരുടെ തിരക്കാണ്. പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് നിയന്ത്രണങ്ങളുണ്ട്. മണിക്കൂറിൽ 4000-ഓളം അയ്യപ്പന്മാരാണ് പടി കയറുന്നത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി പോലീസിന്റെ കർപ്പൂരാഴി ഇന്ന് നടക്കും. CV അനുമോദന്റെ റിപ്പോർട്ടിലേക്ക്. ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ തുടങ്ങിയതോടെ സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണി വരയ്ക്കും 70,000-ഓളം അയ്യപ്പന്മാർ 18-ാം പടി കയറി എന്നാണ് പോലീസിന്റെ കണക്ക്. ദർശനത്തിനായിട്ടുള്ള അയ്യപ്പന്മാരുടെ വരി അപ്പാച്ചിമേട് വരെ നീണ്ടുകിടക്കുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് എത്തുവാൻ മണിക്കൂറുകളെടുക്കും. ചിലപ്പോൾ 8-10 മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ച് മരക്കൂട്ടം കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ മാത്രമാണ് അയ്യപ്പന്മാരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വലിയ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ട്. ഇന്ന് 91,000-ലധികം പേർ ദർശനത്തിനായിട്ട് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ സ്പോട്ട് ബുക്കിങ്ങും സത്രം വഴിയുള്ള അയ്യപ്പന്മാരുടെ എണ്ണവും കൂട്ടുമ്പോൾ 1,00,000-ലധികം അയ്യപ്പന്മാർ വരും എന്നുള്ള കണക്കൂട്ടൽ തന്നെയാണ് ഉദ്യോഗസ്ഥർക്കുള്ളത്. അടുത്ത ദിവസങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് മണ്ഡലപൂജ അടുത്തതോടെ അതോടൊപ്പം ക്രിസ്മസ് അവധി കൂടിയായതോടെ വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ഇന്ന് മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായിട്ട് എല്ലാ വർഷവും പോലീസുകാർ നടത്തുന്ന കർപ്പൂരാഴി ഇന്ന് വൈകുന്നേരമാണ് നടക്കുക. ദീപാരാധനയ്ക്ക് ശേഷം കർപ്പൂരാഴി ചടങ്ങുകൾ തുടങ്ങും. ഏതാണ്ട് 1.5 മണിക്കൂറോളം ആ ചടങ്ങുകൾ നീണ്ടു നിൽക്കും. നാളെ ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴിയുമുണ്ട്. ഇതോടെ മണ്ഡലപൂജയ്ക്കുള്ള ആഘോഷങ്ങളിലേക്ക്, മണ്ഡലപൂജയുടെ ആരവങ്ങളിലേക്ക് ശബരിമല സന്നിധാനം കടക്കുകയാണ്. KP സനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി